ഈ ജയിലിലെ എല്ലാവർക്കും വിചിത്ര കഴിവുകളുണ്ടായിരുന്നു. അവിടെ യുദ്ധവീരനായ ഒരു വീസിലും എലികളെ നിയന്ത്രിക്കുന്ന പെൺകുട്ടിയും പന്തുകളുടെ സ്ഥാനം കൃത്യമായി പ്രവചിക്കുന്ന അസാമാന്യ ഉന്നമുള്ള ഒരു വൃദ്ധനുമുണ്ടായിരുന്നു. വൃദ്ധന്റെ കഴിവ് കണ്ട സൈനിക മേധാവികൾ 10 വർഷത്തെ ശിക്ഷാ ഇളവ് വാഗ്ദാനം ചെയ്ത് ഒരു ദൗത്യത്തിന് അയാളെ നിയമിച്ചു. തലയിൽ ഒരു സ്ഫോടക ചിപ്പും ഘടിപ്പിച്ചു. അവിടെ അയാൾ കണ്ടുമുട്ടിയ സഹപ്രവർത്തകർ വിചിത്രമായിരുന്നു. മലത്തിൽ ചവിട്ടിയ ഒരാൾ, വിഡ്ഢിയായ ഒരു വെള്ളക്കാരൻ, പിന്നെ വീസിലും, പിന്നീട് ഹാർലി ക്വിന്നും സംഘത്തിനൊപ്പം ചേർന്നു. വിമാനം ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ വൃദ്ധൻ ആദ്യം താഴേക്ക് ചാടി. എന്നാൽ നീന്താൻ അറിയാത്ത വീസിലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആ വീരൻ മുങ്ങിമരിച്ചു. കരയിലെത്തിയപ്പോൾ വെള്ളക്കാരൻ ചതിച്ച് ടീമിന്റെ സ്ഥാനം വെളിപ്പെടുത്തിയെങ്കിലും ശത്രുക്കൾ അയാളെ കൊന്നു. പിന്മാറാൻ അനുവാദം ലഭിക്കാത്തതിനാൽ ഹാർലി ക്വിന്നും ക്യാപ്റ്റൻ ബൂമറാങ്കും ആക്രമണം തുടങ്ങി. സ്വന്തം കൈകൾ വേർപെടുത്തി ആക്രമിച്ച യുവാവിനും അന്യഗ്രഹ പോരാളിക്കും പരാജയം സമ്മതിക്കേണ്ടി വന്നു. ബൂമറാങ്കും കൊല്ലപ്പെട്ടു. സംഘം തകരുന്നത് കണ്ട വൃദ്ധൻ ഭയന്നോടിയതോടെ കമാൻഡർ ചിപ്പ് പൊട്ടിച്ച് അയാളെ കൊന്നു. എന്നാൽ ഇതൊരു പുകമറ മാത്രമായിരുന്നു. യഥാർത്ഥ ടീം മറ്റൊരു വശത്തുകൂടെ ദൗത്യം പൂർത്തിയാക്കി. അവസാനം മരിച്ചെന്നു കരുതിയ വീസിൽ കടൽ തീരത്ത് കണ്ണു തുറന്നു.